ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കേരള വിഷൻ ന്യൂസ് ബാപ്പുജിയെക്കുറിച്ച് കുരുന്നുകൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം നൽകുകയാണ്. ഇതേക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ 2 ആഴ്ച നൽകിയ അറിയിപ്പിന് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത്. 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് എന്റെ ബാപ്പുജി എന്ന വിഷയത്തിൽ പ്രസംഗങ്ങൾ ചിത്രീകരിച്ച് അയച്ചു തന്നിരിക്കുന്നത്. ഇന്ന് അവയെല്ലാം ഓരോന്നായി സംരക്ഷണം ചെയ്യുകയാണ്. കാണാം എന്റെ ബാപ്പുജി. എന്റെ ബാപ്പുജി കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. കോട്ടയം ചങ്ങനാശ്ശേരി സെന്റ് ജോസ് ഗേൾസ് ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി സെറ മേരി തോമസിന്റെ ബാപ്പുജി പ്രസംഗം കാണാം. നമസ്കാരം. ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് ഗാന്ധിജിയെ കുറിച്ചാണ്. നാം ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാഷ്ട്രീയ പിതാവാണല്ലോ ഗാന്ധിജി. ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച അദ്ദേഹം നാട്ടിലും വിദേശത്തും അനീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുകയും ആശയച്ച ഇന്ത്യൻ ജനതയ്ക്ക് ആവേശമാവുകയും എല്ലാവരെയും ഒന്നിച്ചിണക്കി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അഹിംസാവാദവും ചിന്തകളും ഇന്നും ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ പഠന വിഷയമാക്കുന്നുണ്ട്. നമുക്കും അദ്ദേഹത്തെ മാതൃകയാക്കാം. ജയ് ഹിന്ദ്. ഗാന്ധിജി സത്യത്തിൽ അടിയുറച്ച വ്യക്തിയെന്ന് അനുസ്മരിച്ചുകൊണ്ടായിരുന്നു സച്ചിന്റെ പ്രസംഗം. കോട്ടയം വൈക്കം സെന്റ് ലൂയിസ് UP സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സച്ചിൻ സുരേഷ്. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി, സത്യത്തിൽ അടിയുറച്ച വ്യക്തി. അഹിംസയിലൂടെ എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സമരം സഹനമായിരുന്നു. സത്യവും നന്മയും സ്നേഹവും ഹൃദയത്തിൽ കുറിച്ചിട്ട വ്യക്തി. ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ജീവിതം മാറ്റിവെച്ച മഹാൻ. നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഗാന്ധിജി ഓരോ മനുഷ്യനും ഒരു വഴികാട്ടിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു സാവിയോയുടെ വാക്കുകൾ. കാസർഗോഡ് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി സാവിയോ ജെയ്മോന്റെ ബാപ്പുജി പ്രസംഗം കാണാം. ഒക്ടോബർ 2 ഗാന്ധി നമ്മുടെ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. അതെ, നമുക്ക് നിരവധി സമരങ്ങളിലൂടെ ത്യാഗങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായ കരംചന്ദ് ഗാന്ധി സ്വന്തം ജീവിതം കൊണ്ട് ചുറ്റുപാടുകളെ നവീകരിച്ചു. വളരെ കാഠിന്യമായ ജീവിതം, അഹിംസയിൽ അധിഷ്ഠിതമായ സമരം, ഇത് ഗാന്ധിയുടെ മാത്രം പ്രത്യേകതയായിരുന്നു. 1948 ജനുവരി 30 ഗോഡ്സെയുടെ വെടിയേറ്റ് നമുക്ക് വേണ്ടി രക്തസാക്ഷിയായ ഗാന്ധിജി ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും വഴികാട്ടിയാവുമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗാന്ധിജിയുടെ മഹത്തായ വചനങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു ശിവദയുടെ പ്രസംഗം. കാസർഗോഡ് നീലേശ്വരം GUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ശിവദ ഷിബിരാജിന്റെ ബാപ്പുജിയെക്കുറിച്ചുള്ള വാക്കുകളിലേക്ക്. നമസ്കാരം. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് നിങ്ങൾ വലിയവനാകുന്നത്. മനുഷ്യൻ ആരാണെന്ന് 2 വരിയിൽ പറഞ്ഞു വെച്ച മഹാത്മാഗാന്ധിയുടെ മഹത് വചനം. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള സമരത്തിന് നേതൃത്വം നൽകി നമ്മുടെ രാഷ്ട്രപിതാവായി തീർന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഒരു നൂറ്റാണ്ടിനെയല്ല, ഒരു യുഗത്തെയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്. ഗുജറാത്തിലെ പോർബന്ദറിൽ 1869 അദ്ദേഹം ജനിച്ചത്. ദേവഭക്തയായ മാതാവും ആദർശവാനായ പിതാവും ഗാന്ധിജിയുടെ
സ്വഭാവ രൂപീകരണത്തിന് മഹത്തായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ സമരമാർഗം. ഒടുവിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. മതമൈത്രിക്കായി പ്രവർത്തിച്ച അദ്ദേഹത്തെയാണ് 400-ാം വിനായക് ഗോഡ്സെ എന്ന നീചൻ ഒറ്റവെടിയിൽ ഇല്ലാതാക്കിയത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജി ഇന്ത്യൻ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു. ഗാന്ധിജിയെ ഒരു പാഠപുസ്തകമായാണ് സപ്ത തന്റെ പ്രസംഗത്തിൽ പറയുന്നത്. കാസർഗോഡ് പ്ലാച്ചിക്കര NSS AUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സപ്ത ശ്രീകുമാർ. നമസ്കാരം. മഹാത്മാഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു പാഠപുസ്തകമാണ്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി 1879 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവായ അദ്ദേഹത്തിന്റെ പങ്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിവരിക്കാൻ സാധിക്കുന്നതല്ല. അഹിംസയിലൂടെ ഓരോ ഇന്ത്യക്കാരനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. സത്യവും നന്മയും ത്യാഗവും ഹൃദയത്തിൽ കുറിച്ചിട്ട് വ്യക്തി ബ്രിട്ടീഷുകാരുടെ കരിമലയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ മോചിപ്പിക്കാനായി ജീവിതം മാറ്റിവെച്ച മഹാൻ. 1948 ജനുവരി 30 നാഥൂറാം വിനായക് ഗോഡ്സെ അഭ്യന്തരങ്ങളിൽ നിന്ന് വെടിയേറ്റ അദ്ദേഹം രക്തസാക്ഷിയായി. അധികാരങ്ങളിൽ മോഹിക്കാത്ത മനുഷ്യനെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ കടമെടുത്തായിരുന്നു ആയിഷയും തന്റെ വാക്കുകൾ നിർത്തിയത്. കൊല്ലം തേവലക്കര ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥി ആയിഷയുടെ വാക്കുകളിലേക്ക്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജയന്തി. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പു എന്നും വിളിക്കും. ഗാന്ധിജി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1942 വിവിധ രാഷ്ട്രീയ കക്ഷികൾ പിന്തുണയ്ക്കാതിരുന്നിട്ട് പോലും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ വൻ വിജയത്തോടെയാണ് മഹാത്മാഗാന്ധി സംഘവും വിജയിച്ചത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ മഹാരാജ്യം ബ്രിട്ടീഷ് വാഴ്ചയിൽ നിന്ന് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടുകയും എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരം ഒരു വർഷം പോലും നുണയാൻ മഹാത്മാഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. ഇത്രയേറെ രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തിനു വേണ്ടി ത്യാഗം സഹിച്ച ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുതുതലമുറ അത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി.